എല്ലാവർക്കും നമസ്കാരം. ചോദ്യ നക്ഷത്രക്കാരുടെ ഓരോ അവസ്ഥയിലുമുള്ള നിങ്ങളുടെ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മൾ എടുക്കുന്ന 15ാമത്തെ നക്ഷത്രമാണ് ഈ ചോദ്യ നക്ഷത്രം. ഈ ചോദ്യ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, ഇവരുടെ നക്ഷത്രനാഥൻ അഥവാ ദശാനാഥൻ എന്നും പറയാം, അല്ലെങ്കിൽ രാശിയധിപൻ എന്നും പറയാം, അത് രാഹുവാണ്. ഇവർക്ക് മാത്രമല്ല, ചതയം, ചോതി, തിരുവാതിര ഈ 3 നക്ഷത്രക്കാരും രാഹു ഭരിക്കുന്ന അല്ലെങ്കിൽ രാഹുവിൻ്റെ അധീനതയിൽ വരുന്ന നക്ഷത്രക്കാരാണ്. എന്നാൽ വിശ്വാസപ്രകാരം ഇവരുടെ അതിദേവത വായുദേവനാണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ ജ്യോതിഷപ്രകാരം രാഹു നക്ഷത്രനാഥനാണ്. എന്നാൽ ദേവതയെ നിശ്ചയിക്കുന്നത് അത് പ്രാദേശികമായിട്ടായിരിക്കും. കാരണം ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടി മുതിർന്ന ആളുകൾ നിർദ്ദേശിച്ചിരിക്കുന്നതാണ് ഈ പറഞ്ഞ ദേവതാ സങ്കല്പം. അങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്. നമുക്കറിയാം, ഈ നവഗ്രഹങ്ങളിൽ വെച്ച് രാഹു അതിഭയങ്കരനും അതുപോലെ തന്നെ ഉപകാരിയുമാണ്. ചിലപ്പോഴൊക്കെ ശനിദശയേക്കാൾ കടുത്ത വെല്ലുവിളികൾ രാഹു തൻ്റെ ദശാകാലങ്ങളിൽ ആ നക്ഷത്ര ജാതകന് ഉറപ്പായിട്ട് നൽകും. ജ്യോതിഷം പറയുന്നത് വെച്ച് നോക്കുമ്പോഴും ആളുകളുടെ ആ ഒരു റിയൽ ആയിട്ടുള്ള അനുഭവം വെച്ച് നോക്കുമ്പോഴും രാഹു ഈ 12 ഭാവങ്ങളിൽ വെച്ച് ദോഷസ്ഥാനങ്ങൾ ഒഴികെയുള്ള ഭാവങ്ങളിലാണ് വരുന്നതെങ്കിൽ വിപരീതമായിട്ടാണ് അത് ആ വ്യക്തിയിൽ പൊതുവെ പ്രകടമാവുക. എന്നാൽ 8ലും 12ലും നിന്നാൽ ആ വ്യക്തി മിക്കവാറും നാട് വിട്ടുപോയേക്കും, അല്ലെങ്കിൽ ഭ്രാന്തമായ രീതിയിൽ അലയേണ്ട സന്ദർഭങ്ങളും വന്നു ചേർന്നേക്കും. മനസ്സാവാച അറിയാത്ത കുറ്റകൃത്യങ്ങൾ പോലും അവരുടെ തലയിൽ വന്ന് വീഴാനും മതി. എന്നാൽ ഈ പറഞ്ഞ രാഹു ദോഷസ്ഥാനത്ത് വന്നാൽ ഗുണവും ചെയ്യുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളാണ് ഈ പറഞ്ഞ ദോഷസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥാനങ്ങളിൽ 6ാം ഭാവത്തിൽ രാഹു വരുമ്പോൾ അത് ആ നക്ഷത്ര ജാതകന് രാജയോഗത്തിന് സമാനമായ അവസ്ഥയായിരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നാൽ ആദ്യം പറഞ്ഞതുപോലെ 8ഉം 12ഉം ശുഭകരമല്ല. പറയാൻ കാരണം, രാഹുവിന് സ്വന്തമായി രാശിയില്ലാത്തതിനാൽ താൻ നിൽക്കുന്ന ഭാവത്തിൻ്റെ സ്വഭാവത്തെ അത് തീവ്രമാക്കുകയാണ് ചെയ്യാറുള്ളത്. അതാണ് ഇതിൻ്റെ ആ ഒരു കാരണം. അപ്പോൾ ഈ സമയത്ത് പുരുഷന്മാരാണെങ്കിൽ എത്ര വലിയ നീച പ്രവൃത്തികളും ചെയ്യും, ആരെയും വെല്ലുവിളിക്കും. എന്നാൽ സ്ത്രീകളാണെങ്കിൽ യാതൊരു അഭിമാനക്ഷതവും നോക്കാതെ എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. തുടർന്ന് അപവാദങ്ങൾ കേൾക്കാൻ ഇടവരുത്തുന്നതുമായിരിക്കും. പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് അവരുടെ ദശാകാലങ്ങളിൽ വന്നാൽ മാത്രമേ ഇത് ഈ പറഞ്ഞ പോലെ ഇത്രയും തീവ്രമാവുകയുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ഓരോ വയസ്സും കവർ ചെയ്ത് പോകുമ്പോൾ അതിൽ സംസാരിച്ചു പോകാം. ഇനി നിങ്ങളുടെ നക്ഷത്ര ഫലങ്ങളിലേക്ക് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ചോദ്യ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഇതിൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ ശ്രേണിയിൽ പറഞ്ഞു പോകുന്ന നക്ഷത്രഫലങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ആ പ്രായം വെച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏതവസ്ഥകളിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ആ സമയത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കും. പറയാൻ കാരണം, ഇവിടെ ഈ ചോദ്യ നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം ജാതക വിശകലനമാണ് ഇതിലൂടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിന്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക. മാത്രമല്ല, പ്രയോജനപ്രദമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ആ സമയം ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന ആ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ അത് ഏതൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യും. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്കൊരു ഉത്തമ വഴികാട്ടി എന്ന പോലെ പ്രവർത്തിക്കുന്നതായിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പ്രായം വെച്ചുകൊണ്ടാണ് ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയും നോക്കാവുന്നതാണ്. ഇതിനുവേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഞാനിവിടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു വയസ്സ് മുതലല്ല. കാരണം ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞു പോയേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി പാസ് ചെയ്ത് കഴിഞ്ഞു പോയ ആ കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ ഇപ്പോൾ പറയുമ്പോൾ അത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പ്രവചിക്കാൻ പോകുന്ന നിങ്ങളുടെ ഭാവി ജ്യോതിഷ ഫലങ്ങളും അതും കൃത്യമായിരിക്കും.
അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിലെ അവരുടെ കഴിഞ്ഞുപോയ പാസ്റ്റും ഇനി അവർക്ക് വരാനുള്ള ഫ്യൂച്ചറും ഏകീകരിച്ചുകൊണ്ട് ഇവിടെ ഫലം പറയുന്നത്. ഇനി നമുക്ക് ചോദ്യ നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ഈ 27 നക്ഷത്രങ്ങളിൽ വെച്ച് 15ാമത്തെ നക്ഷത്രമായ ഈ വിപ്ലവകരമായ ചിന്തകളുടെയും അപ്രതീക്ഷിത മാറ്റങ്ങളുടെയും പ്രതീകമായിട്ടുള്ള രാഹു ഭഗവാൻ ഭരിക്കുന്ന അല്ലെങ്കിൽ രാഹു നക്ഷത്രനാഥനായിട്ടുള്ള അതീവ സ്വതന്ത്ര പ്രകൃതവും ബുദ്ധിശക്തിയുമുള്ളൊരു നക്ഷത്രമാണ് ഈ പറഞ്ഞ ചോദ്യ നക്ഷത്രം. ഇതിനെ സംസ്കൃതത്തിൽ സ്വാതി നക്ഷത്രം എന്നാണ് പറയാറുള്ളത്. അതായത് നമ്മൾ ഈ സ്വാതി തിരുനാൾ മഹാരാജാവ് എന്നെല്ലാം പറയുന്നത് പോലെ. അതുമാത്രവുമല്ല, വിശ്വാസപ്രകാരം വായു ഭഗവാനാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപനായിട്ട് വരുന്നത്, അതായത് നക്ഷത്ര ദേവതയായിട്ട് കണക്കാക്കുന്നത്. ഈ ജ്യോതിഷത്തിൽ ഇളങ്കാറ്റിലാടുന്ന പുൽക്കൊടിയോ അല്ലെങ്കിൽ ഈ വിലപിടിപ്പുള്ള പവിഴമോ ആണ് ഇതിൻ്റെ ഒരു അടയാളമായിട്ട് പറയുന്നതും. അതായത് ഒരു പുൽക്കൊടി ശക്തമായ കൊടുങ്കാറ്റിലും അത് ഒടിഞ്ഞു പോകാതെ ആ കാറ്റിനൊത്ത് വളഞ്ഞു കൊടുക്കുന്നത് പോലെ, മാത്രമല്ല വളഞ്ഞു കൊടുത്ത ശേഷം നിവർന്നു നിൽക്കുന്നത് പോലെ, ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളും തകർച്ചകളും ഉണ്ടായാൽ പോലും അതിലൊന്നും തളർന്നു പോകാതെ സ്വന്തം മനോധൈര്യം കൊണ്ട് അതിനെല്ലാം അതിജീവിച്ച് വീണ്ടും നല്ല പ്രതാപത്തോടു കൂടി തലയുയർത്തി നിൽക്കാനുള്ള ആ ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് പ്രകൃതിദത്തമായി തന്നെ ഈ പറഞ്ഞ ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ നക്ഷത്രം വരുന്നത് മുഴുവനായും സൗന്ദര്യത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും പ്രതീകമായ ശുക്രൻ്റെ സ്വന്തം രാശിയായ തുലാക്കൂറിലാണ്. അതുപോലെ തന്നെ ഇവരുടെ രാശിയാധിപൻ ശുക്രനും നക്ഷത്രാധിപൻ രാഹുവും ആയതുകൊണ്ട് ശുക്രൻ്റെ സ്നേഹവും കലാവാസനയും രാഹുവിൻ്റെ അളക്കാനാകാത്ത ധൈര്യവും തന്ത്രങ്ങളും ഒരുപോലെ സമ്മേളിച്ച ഒരു അത്ഭുത നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ ചോദ്യ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളാനാണ് ഇവർക്ക് പൊതുവെ താല്പര്യം. ആരുടെയും അടിമയായി ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തവർ, ബിസിനസ്സിലും സംസാരത്തിലും അതീവ ചാതുര്യമുള്ളവർ, എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും വിട്ടുവീഴ്ചയില്ലാത്ത ആ ഒരു കടുംപിടുത്തക്കാരായിട്ടുള്ള സ്വഭാവമുള്ളവർ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവരെ തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാം. ഇവരുടെ ജീവിതത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല മാറ്റങ്ങൾ വരുമ്പോൾ സ്വന്തം അധ്വാനം കൊണ്ടും തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടും വിദേശത്ത് പോലും വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാൻ ശേഷിയുള്ളവരാണ് ഈ പറഞ്ഞ ചോദ്യ നക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില പ്രത്യേകതകളാണ്. ഇനി നമുക്ക് ചോദ്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇവർക്ക് പ്രകടമാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ചോദ്യ നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. രാഹു ഭഗവാന്റെ മഹാദശയിലാണ് ചോദ്യ നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം വലിയ കുഴപ്പങ്ങളില്ലാതെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ അങ്ങോട്ട് കടന്നു പോകും. അങ്ങനെയാണെങ്കിലും കുടുംബത്തിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങളോ അലച്ചിലുകളോ ഈ സമയത്ത് ഉണ്ടായേക്കും. ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ഈ ചർമ്മ സംബന്ധമായിട്ടുള്ള അലർജികൾ, ഈ കരപ്പൻ പോലുള്ള ഈ ചർമ്മത്തിൽ വരുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം, ദഹനക്കുറവ്, ഇതെല്ലാം ഈ പ്രായത്തിൽ ഇവർക്ക് സാധാരണമായിട്ടാണ് ജ്യോതിഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജാതകത്തിൽ രാഹുവിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് ഇവരുടെ കുട്ടിക്കാലത്ത് ഒരിടത്ത് ഇവർ അടങ്ങിയിരിക്കാൻ മടിയുള്ളവരും അതുപോലെ തന്നെ വാശി പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ മുൻപിൽ നിൽക്കുന്നവരുമായിരിക്കും ഈ കുട്ടികൾ. ഇവരുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ ചെറുപ്പത്തിലെ വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരും ഈ ചോദ്യങ്ങൾ ചോദിച്ച് മുതിർന്നവരെ അത്ഭുതപ്പെടുത്തുന്നവരുമായിരിക്കും ഈ ചോദ്യ നക്ഷത്രക്കാർ. അതുപോലെ തന്നെ പഠനകാര്യങ്ങളിൽ ഇവർ അധികം മിടുക്കന്മാരായിരിക്കും. മാത്രമല്ല കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിച്ചെടുക്കാനുള്ള ആ ഒരു പ്രത്യേക കഴിവ് ഇവരിൽ കൂടുതലായിരിക്കും. പ്രത്യേകിച്ചും ഈ പൊതുവിജ്ഞാന കാര്യങ്ങൾ ഇവർ ചെറുപ്പത്തിലെ തന്നെ സ്വായത്തമാക്കിയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിക്കൊണ്ടായിരിക്കും ഇവരുടെ 15 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം ഇവർ പൂർത്തിയാക്കി എടുക്കുന്നത്. അതിന് നമുക്ക് ചോദ്യ നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവർ നേരിടേണ്ടി വരിക എന്ന് നമുക്കൊന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശ ചോദ്യ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളും ലക്ഷ്യബോധവും കൊണ്ടുവരുന്ന ആ ഒരു സുവർണ നിമിഷങ്ങളാണ്. പ്രത്യേകിച്ചും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഇതിൽ വിദ്യാർത്ഥികൾക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹമുള്ളതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ വലിയ ഉയർച്ചയും വിദേശ പഠനത്തിലുള്ള അവസരങ്ങളും ഇവരുടെ മുൻപിൽ വന്നു ചേരും.
പ്രത്യേകിച്ചും ഈ ബാങ്കിങ്, ഫിനാൻസ്, IT, അതുപോലെ തന്നെ നിയമം, ബിസിനസ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ വിദേശ വ്യാപാരം, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പോലുള്ള മേഖലകളിലൊക്കെ ഈ പ്രായത്തിലാണ് ഇവർ തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ 23 വയസ്സിന് ശേഷം സ്വന്തം പ്രയത്നത്താൽ മാന്യമായ വലിയ വരുമാന മാർഗങ്ങൾ ഇവർ ഉറപ്പായിട്ടും കണ്ടെത്തും. ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ വളരെയധികം ആകർഷണ ശക്തി കൂടുതലുള്ളത് കൊണ്ട് ഈ സൗഹൃദങ്ങളും മറ്റു പ്രണയബന്ധങ്ങളും ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഇവരിൽ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. എന്നാൽ ഈ പങ്കാളിയോട് വിട്ടുവീഴ്ചയില്ലാത്ത ആ ഒരു സ്വഭാവ പ്രകൃതം കാരണം ഇവരുടെ പ്രണയബന്ധത്തിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൻ്റെ തുടക്കത്തിലാണെങ്കിലും അല്പം ചില വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു ഭദ്രത കൈവരുന്നത്. എന്നാൽ 26 വയസ്സിന് ശേഷം ഇവരുടെ യഥാർത്ഥ വിവാഹപ്രായം ഉറപ്പായിട്ടും തെളിയും. എന്നാൽ അതിനു മുൻപും സാധ്യതയുണ്ട്. എന്നാൽ യഥാർത്ഥ പ്രായം തെളിയുന്നത് ഈ പറഞ്ഞ 26 വയസ്സിന് ശേഷമായിരിക്കും. അതുപോലെ തന്നെ ഈ ലൗകിക സുഖഭോഗങ്ങളെയും യാത്രകളെയും ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ഒരു മനസ്സുള്ള പങ്കാളിയായിരിക്കും ഇവർക്ക് ലഭിക്കുക. അതിന് നിങ്ങളുടെ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിത സഞ്ചാരഗതി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു മധ്യവയസ്ക കാലഘട്ടം ഈ പറഞ്ഞ സമയമാണ്. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 ഈ വയസ്സുകളിലൂടെ സഞ്ചരിച്ച് 50 വയസ്സിൽ എത്തിച്ചേരുന്ന നിങ്ങൾ ചോദ്യ നക്ഷത്രക്കാരുടെ ജീവിതം അത് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കൃത്യമായി അതിൽ നിന്നും പറയാൻ സാധിക്കുന്നത് നിങ്ങൾ 30കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 35 മുതൽ 42 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ കാലഘട്ടത്തിൽ, ഈ പ്രായത്തിൽ ഈ ശനി നിങ്ങൾക്ക് ഗുണവാനായി മാറുന്നതുകൊണ്ട് നിങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വലിയ പദവിയും ഉയർച്ചയും നിങ്ങൾ സ്വന്തമാക്കും. പ്രത്യേകിച്ചും ബിസിനസ്സിൽ വലിയ പുരോഗതി കാണുന്ന ആ ഒരു സമയമാണ് ഈ പറഞ്ഞ സമയം. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ അനുകൂല രാശികളിൽ വരുന്നതുകൊണ്ട് സ്വന്തമായി പുതിയൊരു വാഹനമോ അല്ലെങ്കിൽ വീടോ ഭൂമിയോ വാങ്ങിക്കാനുള്ള ആ ഭാഗ്യം ഇപ്പോഴാണ് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ തെളിയുന്നത്. വിദേശയോഗം ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയങ്ങളിൽ അതിനുള്ള വഴി ഉറപ്പായിട്ടും തെളിയും. വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഈ സമയത്താണ് നിങ്ങളെ തേടി വന്നു ചേരാൻ ഏറ്റവും കൂടുതൽ യോഗമുണ്ടായിത്തീരുന്നത്. എന്നാൽ 43 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ചില ഗ്രഹമാറ്റങ്ങൾ കാരണം അസൂയാലുക്കളായ ചില ശത്രുക്കളുടെ ശല്യമോ അല്ലെങ്കിൽ പങ്കാളികളിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള വിശ്വാസവഞ്ചന അല്ലെങ്കിൽ എന്തെങ്കിലും അഹങ്കാരപരമായിട്ടുള്ള പെരുമാറ്റം, ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. എന്നാൽ 45 വയസ്സിന് ശേഷം ശനിയുടെയും വ്യാഴത്തിൻ്റെയും ആ ഒരു നല്ല ദശാകാലങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് വന്നു ചേരുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയറിലും സമൂഹത്തിലും വലിയൊരു പ്രതാപവും സാമ്പത്തിക ഭദ്രതയും കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. മാത്രവുമല്ല കുട്ടികളുടെ പഠനം, അവരുടെ ഉന്നതി എന്നിവ കണ്ട് നിങ്ങൾക്കേറെ സന്തോഷിക്കാനുള്ള വക തരുന്ന ആ ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഈ പറഞ്ഞ സമയം. എന്നാൽ 45 വയസ്സിന് ശേഷം 49കളുടെ അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് നല്ല സമാധാനത്തോടു കൂടി ഈ സമയം ആസ്വദിച്ച് തന്നെ ജീവിക്കാൻ അവസരം സംജാതമാകും. ഇനി അടുത്തത് പക്വതയുടെ കാലം. അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതം അതെങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് ചോദ്യ നക്ഷത്രക്കാർക്കുള്ള വലിയൊരു ബഹുമാനത്തിൻ്റെയും സമൂഹത്തിൽ വലിയൊരു ലീഡർഷിപ്പ് സ്ഥാനം നേടിയെടുക്കുന്നതിൻ്റെയും ആ ഒരു കാലഘട്ടമാണ്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന നിങ്ങളുടെ ശനിദശയോ അല്ലെങ്കിൽ ബുധദശയോ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് അത് അനുഭവിക്കാനുള്ള യോഗമാണ് ഇവിടെ കാണുന്നത്. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ കേന്ദ്ര സ്ഥാനങ്ങളെ ദർശിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിലും കുടുംബത്തിലും വലിയൊരു ആദരവും അംഗീകാരവും ഉറപ്പായിട്ടും ലഭിക്കും. ഈ സമയത്ത് ഒട്ടുമിക്ക ചോദ്യ നക്ഷത്രക്കാരുടെയും മക്കൾ ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നതും ആ മക്കളെ കൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതായിരിക്കും. മാത്രവുമല്ല സാമ്പത്തികമായി തികച്ചും സുരക്ഷിതമായ ഒരു ജീവിത പാതയിലായിരിക്കും നിങ്ങൾ എത്തി നിൽക്കുക. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലാണ്. പറയാൻ കാരണം 58 വയസ്സിന് ശേഷം പ്രമേഹം അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നാഡീ സംബന്ധമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം വന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഭക്ഷണക്രമത്തിലും അതുപോലെ തന്നെ വ്യായാമ പദ്ധതികളിലും ഈ സമയം ശ്രദ്ധിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും.
ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സും അതിന് മുകളിലും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്. അതായത് 75, 80, 85, 90 ഈ വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ ചോദ്യ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പരിപൂർണമായും ഈശ്വര ചിന്തയിലേക്കും ധ്യാനത്തിലേക്കും തിരിയുന്ന ആ ഒരു സുന്ദരമായ ആത്മീയ കാലഘട്ടമാണ് നിങ്ങൾക്കിപ്പോൾ സംജാതമാകുന്നത്. പ്രത്യേകിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ലീഡർഷിപ്പ് എടുക്കാനും ഈ പ്രായത്തിൽ നിങ്ങൾ ചോദ്യ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ കടന്നു പോകുന്ന വിജയകരമായ വഴികളെക്കുറിച്ച് ഒരു ആത്മകഥ ചെയ്യാനും നിങ്ങൾക്ക് ഈ സമയം അവസരം ലഭ്യമാകും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പ്രായം ഇത്രയുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ചോദ്യ നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിക്കാതെ സ്വന്തം തൻ്റെ ഇടത്തോടെയും അല്ല അന്തസ്സോടും കൂടി ആ ഒരു വാർദ്ധക്യകാലം നിങ്ങൾ നയിക്കാൻ പ്രാപ്തിയുള്ളവരായിത്തീരും. അതിന് നിങ്ങളുടെ ജനനം മുതൽ ആയുർനാശം വരെയുള്ള ആ ഒരു ജീവിതമൊന്നും പരിശോധിച്ചാൽ നിങ്ങൾ ചോദ്യ നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയ ഉത്തരവാദിത്തങ്ങളുടെയും അലച്ചിലുകളുടെയൊക്കെ കടന്നു പോകുമെങ്കിലും മധ്യവയസ്ക കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിലുള്ള സർവ്വപ്രതാപത്തോടും കൂടി അതും രാജകീയമായി ജീവിക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ടായിത്തീരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജ്യോതിഷ ഫലപ്രവചനങ്ങളിലൂടെ ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ചൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ജാതകത്തിലെ ആ ഗ്രഹനില വെച്ചിട്ട് ഇതിൽ അല്പസ്വല്പമൊക്കെ വ്യത്യാസം വരാം, എങ്കിൽ പോലും ഏറിയ പങ്കും കൃത്യമായിരിക്കും. ഈ ചോദ്യ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറാനും രാഹുദോഷങ്ങൾ മാറി നിങ്ങൾക്ക് നല്ല ഐശ്വര്യവും സമാധാനവും സമ്പത്തും വന്നു ചേരാനും ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലോ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ഭഗവതി ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ചും ദുർഗാദേവി പ്രതിഷ്ഠയായിരിക്കുന്ന ക്ഷേത്രങ്ങൾ അത്യുത്തമമായിരിക്കും. പറയാൻ കാരണം രാഹുവിൻ്റെ അതിദേവത ദുർഗയാണെന്നും വായുദേവനാണെന്നും രണ്ടു പക്ഷമുണ്ട്. അതുകൊണ്ട് ദുർഗാക്ഷേത്രങ്ങളും സന്ദർശനം നടത്തുക. അതുപോലെ തന്നെ രാഹുവിന് മഞ്ഞൾപ്പൊടി വഴിപാട് ചെയ്യുന്നതും അത്യുത്തമമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ്, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്നുള്ളത് കൂടി താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നുള്ളവർക്ക് തീർച്ചയായും രേഖപ്പെടുത്താം. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.